ഏറെ നാളുകളായി വാഹനപ്രേമികൾ ഒന്നടങ്കം കാത്തിരുന്ന കാറായിരുന്നു മാരുതി സുസുക്കിയുടെ ഇലക്ട്രിക് കാറായ ഈ വിറ്റാര. കഴിഞ്ഞ ദിവസമാണ് മാരുതി സുസുക്കി മോഡൽ അവതരിപ്പിച്ചത്. ഇതോടൊപ്പം തന്നെ മറ്റ് ചില സുപ്രധാന പ്രഖ്യാപനങ്ങൾ കൂടി കമ്പനി നടത്തിയിരുന്നു. അടുത്ത 5 വർഷത്തിനുള്ളിൽ രാജ്യത്തുടനീളം 1 ലക്ഷത്തിലധികം ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്നതായാണ് മാരുതി സുസുക്കി അറിയിച്ചിരിക്കുന്നത്. ഈ വിറ്റാരയുടെ അവതരണ ചടങ്ങിലായിരുന്നു സുപ്രധാന പ്രഖ്യാപനം. ഇതിനുവേണ്ടി 250 കോടി രൂപയിലധികമാണ് മാരുതി സുസുക്കി നിക്ഷേപിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. വിപുലീകൃത ചാർജിംഗ് ശൃംഖല ഇലക്ട്രിക് വാഹന ഉപഭോക്താക്കൾക്കിടയിൽ വിശ്വാസം വളർത്തിയെടുക്കാൻ സഹായിക്കുമെന്ന് മാരുതി സുസുക്കി മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായ ഹിരോഷി ടക്കുചി പറഞ്ഞു. നിലവിൽ 1100 നഗരങ്ങളിലായി 2000 പ്രത്യേക ചാർജിംഗ് യൂണിറ്റുകൾ മാരുതി സുസുക്കി സ്ഥാപിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ ഫാസ്റ്റ് ചാർജിംഗ് നെറ്റ്വർക്കുകളിൽ ഒന്നായി മാറാനാണ് മാരുതി സുസുക്കി ലക്ഷ്യമിടുന്നത്. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായി EV ഫാസ്റ്റ് ചാർജിംഗ് സേവനങ്ങൾ നൽകുന്ന 13 കമ്പനികളുമായി മാരുതി സഹകരിച്ച് പ്രവർത്തിക്കുന്നു. ഉപഭോക്താക്കൾക്ക് മികച്ച പ്രവർത്തനക്ഷമതയുള്ള വാഹനങ്ങൾ നൽകുകയും സൗകര്യവും മനസമാധാനവും ഉറപ്പാക്കുന്ന ഒരു ശക്തമായ ഇലക്ട്രിക് വാഹന ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുക എന്നീ 2 ലക്ഷ്യങ്ങളാണ് തങ്ങൾക്കുള്ളതെന്നാണ് മാരുതി സുസുക്കി MD ടക്കുചി വ്യക്തമാക്കിയിരിക്കുന്നത്. ഞങ്ങളുടെ ഉപഭോക്താക്കൾക്ക് E4Me എന്ന ആപ്പ് വഴി എല്ലാ EV ചാർജിംഗ് സ്റ്റേഷനുകളും ഉപയോഗിക്കാം. ഇത് ഒരുപാട് പ്രത്യേകതകൾ വാഗ്ദാനം ചെയ്യുന്നു. വാഹനത്തിന്റെ ട്രാക്കിംഗ് മുതൽ പേയ്മെന്റ് വരെയുള്ള തടസ്സങ്ങളില്ലാത്ത EV ഓണർഷിപ്പ് എക്സ്പീരിയൻസ് ഇത് അവർക്ക് ഉറപ്പാക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹൈവേകളിലും എക്സ്പ്രസ് വേകളിലുമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രധാന നഗരങ്ങളിൽ ഓരോ 5 മുതൽ 10 കിലോമീറ്ററിനുള്ളിൽ ഒരു ചാർജർ സ്ഥാപിക്കാനും തങ്ങൾ പദ്ധതിയിടുന്നതായും മാരുതി സുസുക്കി സീനിയർ എക്സിക്യൂട്ടീവ് ഓഫീസറായ പാർത്ഥോ ബാനർജി പറഞ്ഞു. നിലവിൽ രാജ്യത്ത് ഏകദേശം 30,000 പൊതു ചാർജിംഗ് സ്റ്റേഷനുകളുണ്ട്. പല വിദേശ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ EV അടിസ്ഥാന സൗകര്യ വികസനം വളരെ കുറവാണ്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ തന്നെ സുസുക്കിയുടെ ഗുജറാത്തിലെ ഹൻസൽപൂരിലുള്ള പ്ലാന്റിൽ ഈ വിറ്റാരയുടെ ഉൽപ്പാദനം ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. അതേ മാസം തന്നെ യൂറോപ്യൻ വിപണിയിലേക്കുള്ള ആദ്യ ബാച്ച് കപ്പൽ കയറ്റി അയക്കുകയും ചെയ്തിട്ടുണ്ട്. കുറഞ്ഞ ഉൽപാദന ചെലവ് കണക്കിലെടുത്ത ഇന്ത്യയെ ഈ വിറ്റാരയുടെ ഉൽപാദനത്തിനും വിപണനത്തിനുമുള്ള ഹബ്ബായാണ് സുസുക്കി കണക്കാക്കുന്നത്. ആഗോള വിപണികളെ ലക്ഷ്യമിട്ടാണ് ഇന്ത്യൻ നിർമ്മിത ഈ വിറ്റാര രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് ഇതിനോടകം UK വിൽപ്പനയ്ക്ക് എത്തുകയും ചെയ്തിരുന്നു. അധികം വൈകാതെ ജപ്പാനിലും ഈ വിറ്റാര അവതരിപ്പിക്കും. ഇന്ത്യയിൽ ഏകദേശം 2026 ജനുവരി മാർച്ച് മാസത്തോടെയാണ് ഈ വിറ്റാരയുടെ ലോഞ്ച് പ്രതീക്ഷിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര തുടങ്ങിയ കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ മാരുതി സുസുക്കി ഇന്ത്യൻ ഇലക്ട്രിക് വാഹന വിപണിയിലേക്ക് അല്പം വൈകി തന്നെയാണ് എത്താൻ പോകുന്നത്. ടാറ്റയും മഹീന്ദ്രയും MGയും അടക്കമുള്ള കമ്പനികളാണ് പാസഞ്ചർ EV വിഭാഗം ഭരിക്കുന്നത്. മറ്റ് പല കാർ നിർമ്മാതാക്കളിൽ നിന്നും വ്യത്യസ്തമായി മാരുതി സുസുക്കി കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുന്നതിനായി വിവിധ സമീപനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ബാറ്ററി EVകൾ, ഹൈബ്രിഡ്, CNG, ഫ്ലെക്സ് ഫ്യൂവൽ തുടങ്ങിയ വ്യത്യസ്ത ഇന്ധനങ്ങളിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ ഈ തന്ത്രത്തിൽ ഉൾപ്പെടുന്നുണ്ട്. 2031 സാമ്പത്തിക വർഷത്തോടെ മാരുതി സുസുക്കിയുടെ വാഹന നിരയിൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിൽ പ്രവർത്തിക്കുന്ന കാറുകൾക്ക് പ്രധാന സ്ഥാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.